പ്രാർത്ഥനയുടെ മതിൽ കെട്ടുക. അതുപോലൊരു സംരക്ഷണ മതിൽ ലോകത്തിലില്ല. അതുപോലൊരു സംരക്ഷണ മതിൽ ഉലകത്തിലില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും പ്രാർത്ഥനയുടെ മതിൽ കെട്ടുക. നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റും പ്രാർത്ഥനയുടെ മതിൽ കെട്ടുക. സഭയ്ക്ക് ചുറ്റും പ്രാർത്ഥനയുടെ മതിൽ കെട്ടുക. നിങ്ങളുടെ ദൈവദാസന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയുടെ മതിൽ കെട്ടുക. ദേശത്തിന് വേണ്ടി എറണാകുളത്ത്, കൊല്ലത്ത്, അല്ലെങ്കിൽ കേരളത്തിൽ, ഏത് സംസ്ഥാനത്തിലോ ഏത് രാജ്യത്തിലോ ആകട്ടെ, പ്രാർത്ഥനയുടെ മതിൽ കെട്ടുക. ദേശത്തിന്റെ പേര് പറഞ്ഞ്, ദൈവപുരുഷന്റെ പേര് പറഞ്ഞ്, സഭയുടെ പേര് പറഞ്ഞ്, വ്യക്തികളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥനയുടെ മതിൽ കെട്ടി അവരെ അനുഗ്രഹിക്കുക. ദൈവം അവരെ അന്വേഷിക്കുന്നു. ദൈവം അവരെ അന്വേഷിക്കുന്നു. ദൈവം അന്വേഷിക്കുന്ന വ്യക്തികളിൽ ഒരാളായി തീരാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒരു ദൂത് പറയാൻ പോ അവരോട്. ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കമ്പനിയിൽ കുറച്ച് പേരെ വേണം. ദൈവം പത്രത്തിൽ പരസ്യമിട്ടിരിക്കുക. ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ഒരാളായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവരെന്ന് കൈ ഉയർത്തി. അവരോട് ഞാൻ പറയുന്നു, സർവശക്തനാകുന്ന ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്യാൻ പോവാണ്. അപ്പോയിന്റ് ചെയ്യാൻ പോവാണ്. എന്തിനു വേണ്ടി? മതില് കെട്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന്. സങ്കടകരമായൊരു കാര്യമല്ലേ വാസ്തു അവിടെ കണ്ട്? ആരെയും ദൈവം അങ്ങനെ കണ്ടില്ലെന്ന്. ദൈവം നോക്കിയപ്പോൾ ഇഷ്ടം പോലെ പ്രവാചകന്മാർ, ദൈവം നോക്കിയപ്പോൾ ഇഷ്ടം പോലെ പ്രസംഗകർ, ദൈവം നോക്കിയപ്പോൾ പാട്ടുകാരാണെങ്കിൽ അങ്ങ് ധാരാളം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, എല്ലാവരും ഉണ്ട്. പക്ഷെ ദൈവം ആരെ ഇത്രയെ അന്വേഷിച്ചിട്ട് ആരെ കണ്ടില്ല? ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, മതില് കെട്ടി പ്രാർത്ഥിക്കുന്ന, ഏറ്റെടുത്ത് ചങ്കോട് ചേർത്ത് പിടിച്ച് വിജയങ്ങളെ എടുത്ത് പിടിച്ച് നിന്ന് ചങ്കിനോട് ചേർത്ത് പിടിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ആരെയും കണ്ടില്ല. കൈ ഉയർത്തി പറയാവോ, ഞാൻ അതിനകത്ത് കയറാൻ പോവാന്ന്? ആ ലിസ്റ്റിൽ ഞാൻ കയറാൻ പോവാന്ന് എത്ര പേര് പറയും? ആ കരം ഉയർത്തിയവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. യേശുവേ, ഇപ്പോൾ ആരൊക്കെ കരമുയർത്തി അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഇടിവിൽ നിന്ന് മതിൽ കെട്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവം അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഒരുവനായി തീരുവാൻ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ, സ്വർഗത്തിലെ ദൈവം അവരെ അതിനായി ഉപയോഗിക്കണമേ എന്ന് യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.